ज्ञान मार्ग एकांकी है। हिंदी के प्रमुख साहित्यकार असगर वजाहत ने लिखी हुई एक एकांकी है ज्ञान मार्ग। ज्ञान तो सबकी भलाई के लिए है। वो ज्ञान जिससे अपना या दूसरों का नुकसान हो वह ज्ञान नहीं बल्कि अज्ञान है। इसका बोध करने वाली है डॉक्टर असगर വജാഹത്ത് की ഏകാംഗി ജ്ഞാൻ മാർഗ്. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. മറ്റുള്ളവർക്ക് ദോഷകരമാകുന്ന അറിവ് അല്ലെങ്കിൽ ജ്ഞാനം അജ്ഞാനമാണ്. ഈ തിരിച്ചറിവാണ് ഡോക്ടർ അസഗർ വജാഹത്തിൻ്റെ ജ്ഞാനമാർഗ് എന്ന ഏകാംഗ നാടകത്തിലൂടെ നമുക്ക് തരുന്നത്. देखिए, 3 राजकुमार गुरुकुल में अपनी पढ़ाई पूरी करने के बाद घर लौट रहे हैं. तीनों घने जंगल से गुजर रहे हैं. 3 രാജകുമാരന്മാർ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. 3 പേരും കൊടും വനത്തിൽ പ്രവേശിച്ച് നടക്കുകയായിരുന്നു. राजकुमार 1, हम तीनों इस बात पर गर्व कर सकते हैं कि हमने ज्ञान प्राप्त कर लिया है. ഒന്നാമത്തെ രാജകുമാരൻ പറയാണ്, നമ്മൾ 3 പേരും വളരെ അഭിമാനം കൊള്ളുന്നു. കാരണം നമ്മൾ 3 പേരും അറിവ് പ്രാപ്തമായി വരികയാണല്ലോ. राजकुमार 2, संसार में कितने कम लोगों को ये सौभाग्य प्राप्त होता है. രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞത്, ലോകത്ത് എത്രയോ ജനങ്ങളുണ്ട്, പക്ഷേ ഇത്രയും സൗഭാഗ്യം കിട്ടിയ നമ്മളെപ്പോലെ സൗഭാഗ്യം കിട്ടിയവർ വളരെ കുറവായിരിക്കും. രാജകുമാർ 3, पर हम सबका ज्ञान बराबर नहीं है. പക്ഷെ നമ്മുടെ അറിവ് ഒരുപോലെയല്ല. രാജകുമാർ 1, क्या मतलब है तुम्हारा, നീ എന്താണ് പറയുന്നത്? രാജകുമാർ 3, मेरा ज्ञान तुम दोनों के ज्ञान से अधिक है. कैसी मूर्खता वाली है बातें कर रहे हैं. मैं तुम दोनों से बड़ा हूँ, मेरे ही पास ज़्यादा ज्ञान है. എന്താണ് നിങ്ങൾ പറയുന്നത്? എൻ്റെ അറിവ്, മൂന്നാമത്തെ രാജകുമാരൻ പറഞ്ഞു, എൻ്റെ അറിവ് നിങ്ങൾ 2 പേരുടെയും അറിവിനേക്കാൾ അധികമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ രാജകുമാരൻ പറഞ്ഞത് എന്താ? കൈസി മൂർഖത വാലി ബാത്തേം കർ രഹേ ഹോ, നിങ്ങളെന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? മേ തും ദോനോം സെ ബഡാ ഹും, ഞാൻ നിങ്ങളുടെ 2 പേരേക്കാൾ അറിവ് കൊണ്ട് വലുതാണ്. മേരെ ഹി പാസ് ജ്യാദ ജ്ഞാൻ ഹെ, എൻ്റെ അടുത്ത് കൂടുതൽ അറിവുണ്ട്. അപ്പോൾ രണ്ടാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? मैं तो गुरुकुल आने से पहले भी पढ़ता था, मेरा ज्ञान तुम दोनों से ज़्यादा है. ഞാൻ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചിരുന്നു, എൻ്റെ അറിവ് നിങ്ങൾ 2 ആളേക്കാൾ എത്രയോ കൂടുതലാണ്. രാജകുമാർ 1, मेरे पिता बहुत बड़े ज्ञानी है, उनका पुत्र होने के नाते मैं तुम दोनों से ज़्यादा विद्वान हूँ. എൻ്റെ അച്ഛൻ വളരെ വലിയ ഒരു പണ്ഡിതനായിരുന്നു, അതുകൊണ്ട് മഹാപണ്ഡിതനായ അദ്ദേഹത്തിൻ്റെ പുത്രനായതുകൊണ്ട് ഞാൻ നിങ്ങൾ 2 പേരേക്കാൾ കൂടുതൽ അറിവുള്ളവനാണ്. രാജകുമാർ 2, पिता से क्या होता है, मेरी तो माताजी देश की मानी हुई विदुषी है. मैं उनके पेट में 9 महीने रहा हूँ, तुम दोनों मेरा मुकाबला नहीं कर सकते. രണ്ടാമത്തെ രാജകുമാരൻ പറഞ്ഞത്, എൻ്റെ മാതാവ് നാട്ടിൽ അറിയപ്പെടുന്ന വിദുഷിയാണ്, ഞാൻ അവരുടെ വയറ്റിൽ 9 മാസം കിടന്നതാണ്, നിങ്ങൾ 2 പേർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. രാജകുമാർ 3, मेरे घर के सेवक तक महापंडित है, तुम दोनों मेरे आगे मूर्ख हो. എൻ്റെ വീട്ടിലെ വേലക്കാർ പോലും മഹാപണ്ഡിതരാണ്,
എൻ്റെ മുന്നിൽ നിങ്ങൾ രണ്ടുപേരും വിഡ്ഢികളാണ്. അപ്പോൾ വീണ്ടും ഒന്നാമത്തെ രാജകുമാരൻ എന്താ പറയുന്നത്? യഹി ബാത് ഹെ തോ ചലോ പരീക്ഷ ഹോ ജായേ. ശരി, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതാണ് കാര്യമെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ. രാജകുമാർ തീൻ യഹി ബാത് ഹെ തും അപ്പനെ ജ്ഞാൻ കാ പരിചയ ദോ. ആ ശരി, അങ്ങനെയെങ്കിൽ നീ നിൻ്റെ അറിവ് പരിചയപ്പെടുത്തൂ. राजकुमार दो ज्ञान का परिचय ज्ञानी को दिया जाता है, मूर्खों को नहीं. പാണ്ഡിത്യം അല്ലെങ്കിൽ അറിവ് പരിചയപ്പെടുത്തേണ്ടത് പണ്ഡിതന്മാരെയാണ്, അല്ലാതെ വിഡ്ഢികളെയല്ല. രാജകുമാർ തീൻ തും മേരാ അപമാൻ കർ രഹേ ഹോ. നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. രാജകുമാർ ഏക് अपने ज्ञान का परिचय दो, नहीं तो हम तुमको दंड देंगे. നിന്റെ അറിവ് പ്രകടിപ്പിക്കൂ, ഇല്ലെങ്കിൽ ഞങ്ങൾ നിനക്ക് ശിക്ഷ നൽകും. രാജകുമാർ ദോ ഇധർ ഉധർ ദേഖ്താ ഹെ, ഉസെ കിസി ജാൻവർ കി ഹഡ്ഡിയാം പടി ദിഖായി ദേത്തി ഹെ. അപ്പോൾ രണ്ടുപേരും പറഞ്ഞതനുസരിച്ച് രണ്ടാമത്തെ രാജകുമാരൻ അവിടെ ഇവിടെയും നോക്കുകയാണ്, ചുറ്റുപാടും നോക്കി. ഏതോ ഒരു മൃഗത്തിൻ്റെ അസ്ഥി കൂടെ അവൻ്റെ ദൃഷ്ടിയിൽപ്പെടുന്നു. രാജകുമാർ ദോ ഹേ ഹഡ്ഡിയാം ദേഖ് രഹേ ഹോ. ഈ എല്ലിൻ കഷ്ണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഹാ, അതെ. मैं अपने ज्ञान से बता सकता हूँ कि ये हड्डियाँ शेर की है. ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഇത് സിംഹത്തിൻ്റേതാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. രാജകുമാർ തീൻ ബസ് ये तो मामूली बात है. मैं तो अपने ज्ञान से ये हड्डियाँ पर मांस, उनमें रक्त और उसके ऊपर खाल मट सकता हूँ. लो मैं मंत्र पढ़ता हूँ. ഇതൊരു നിസ്സാര കാര്യമല്ലേ? ഇത് സിംഹത്തിൻ്റെതാണെന്ന് നിനക്ക് പറയാൻ സാധിച്ചു. അതൊരു നിസ്സാര കാര്യം. പക്ഷേ ഞാൻ പറയുന്നു, എനിക്ക് ഈ അസ്ഥികൂടത്തിൽ എല്ലുകളും മാംസവും രക്തവും ചേർത്ത് അതിനെ ചർമ്മം കൊണ്ട് പൊതിയാൻ സാധിക്കും. ഇതാ ഞാൻ മന്ത്രം ചൊല്ലാൻ പോവുകയാണ്. രാജകുമാർ തീൻ मंत्र पढ़ता है और शेर की हड्डियों पर मांस, उसमें रक्त और उसके ऊपर खाल आ जाती है. മൂന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. സിംഹത്തിൻ്റെ അസ്ഥികൂടത്തിൽ മാംസവും രക്തവും ചർമ്മവും ഉണ്ടാകുന്നു. രാജകുമാർ ഏക് ഹരേ ആ യേ തോ ഹോ ഗയാ ഹേ. അതെ, അത് തന്നെ സംഭവിച്ചു. രാജകുമാർ തീൻ മൂർഖോ अब तो तुम समझे मैं तुम सबसे बड़ा विद्वान हूँ. വിഡ്ഢികളെ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഞാൻ നിങ്ങൾ രണ്ടുപേരെക്കാൾ സമർത്ഥനാണെന്ന്? രാജകുമാർ ഏക് लेकिन क्या तुम इसमें प्राण भी डाल सकते हो. പക്ഷേ നിനക്ക് ഇതിന് ജീവൻ നൽകാൻ സാധിക്കുമോ? രാജകുമാർ തീൻ नहीं नहीं पर ये तो तुम भी नहीं कर सकते हो. പക്ഷേ ഇല്ലില്ല, പക്ഷെ അത് നിങ്ങൾക്കും സാധിക്കില്ലല്ലോ. मैं इससे प्राण भी डाल सकता हूँ. എനിക്ക് ഇതിന് ജീവൻ നൽകാൻ സാധിക്കും. पर ऐसा मत करना. അങ്ങനെ ചെയ്യരുത്. ക്യോ? എന്തുകൊണ്ട്? उसके बाद शेर हमें खा जाएगा. ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ സിംഹം നമ്മളെ തിന്നും. लेकिन पर मुझे तो सिद्ध करना है कि तुम दोनों से बड़ा ज्ञानी हूँ. പക്ഷേ നിങ്ങൾ രണ്ടുപേരെക്കാൾ അറിവുള്ളവൻ ഞാനാണെന്ന് എനിക്ക് തെളിയിക്കണം. नहीं नहीं शेर हमें खा जाएगा. വേണ്ട വേണ്ട, സിംഹം നമ്മളെ തിന്നും. राजकुमार एक मंत्र पढ़ता है और शेर जीवित हो जाता है. शेर दहाड़ कर उनकी तरफ बढ़ता है. वे बचने की कोशिश करते हैं. ഒന്നാമത്തെ രാജകുമാരൻ മന്ത്രം ചൊല്ലുന്നു. സിംഹത്തിന് ജീവനുണ്ടാകുന്നു. സിംഹം ഗർജിച്ചുകൊണ്ട് അവരുടെ നേരെ കുതിക്കുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു.
രാജകുമാർ 2 अब हम बच नहीं सकते, ഇനി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഷേർ ഹമേം ഖാ ഹി ജായേഗ, സിംഹം നമ്മളെ തിന്നുക തന്നെ ചെയ്യും. അരെ വ ദേഖോ കോൻ ആ രഹാ ഹെ, ദേ നോക്കൂ ആരാ വരുന്നതെന്ന് നോക്കൂ. അരേ വ തോ ഗുരുജി ഹേ, അത് നമ്മുടെ ഗുരുവല്ലേ. ഗുരുജി പാസ് ആ ജാത്തെ ഹെ, ഗുരു അടുത്തേക്ക് വരുന്നു. രാജകുമാർ 2 ഗുരുജി हम लोग संकट में पड़ गए हैं. ഗുരു मैं जानता हूँ, ഞാനതറിയുന്നു. ഗുരുജി ഹമാരി ജാൻ ബചായിയേ, ഗുരുജി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചാലും. गुरु मुझे मालूम था कि तुम लोगों के अंदर अभी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. നിങ്ങളുടെ മനസ്സിൽ അഹങ്കാരമുണ്ടെന്നും അത് നിങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ വരികയായിരുന്നു. രാജകുമാർ 1 गुरुजी मुझसे बड़ी गलती हो गई है, शेर हम सबको खा जाएगा. ഗുരുജി ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്, സിംഹം ഇപ്പോൾ ഞങ്ങളെ തിന്നും. ഗുരുജി अब मैं अपने जान से शेर को बकरी बना दूंगा. സാരമില്ല, ഞാൻ എൻ്റെ ജ്ഞാനം, എൻ്റെ അറിവ് ഉപയോഗിച്ച് ഈ സിംഹത്തെ ആടാക്കി മാറ്റാം. गुरुजी मंत्र पढ़ता है, शेर बकरी बन जाता है और मिमियाने लगता है. ഗുരുജി മന്ത്രം ചൊല്ലുന്നു, സിംഹം ആടായിത്തീരുന്നു. അങ്ങനെ ഗുരുവിൻ്റെ മന്ത്രം കൊണ്ട് സിംഹത്തെ ആടാക്കി മാറ്റുന്നു. ഗുരുജി ശിഷ്യോ ധ്യാൻ രഹേ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. वो ज्ञान जिससे अपना या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए ही होता है. പ്രിയപ്പെട്ട ശിഷ്യരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തനിക്കോ മറ്റുള്ളവർക്കോ ദോഷകരമാകുന്ന അറിവ് ഒരിക്കലും ജ്ഞാനമല്ല, അജ്ഞാനമാണ്. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന സത്യം ഓർമ്മിക്കുക. സഭി അഭിനേത ഏക് സാത്ത് കൈ ബാർ കഹത്തെ ഹെ ജ്ഞാൻ തോ സബ്കി ഭലായി കേ ലിയേ ഹി ഹോത്താ ഹെ. എല്ലാ അഭിനേതാക്കളും ഒരുമിച്ച് പല പ്രാവശ്യം പറയുന്നു ഈ ഏകാംഗ നാടകത്തിലൂടെ, അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. ജ്ഞാൻ സബ്കി ഭലായി കേ ലിയേ ഹെ, ജ്ഞാൻ തോ സബ്കി ഭലായി കേ ലിയേ ഹെ. അറിവ് എല്ലാവരുടെയും, അറിവ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്നതല്ല, സ്വന്തം അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള നല്ല സന്ദേശം നൽകുന്ന ഒരു മനോഹരമായ ഏകാംഗ നാടകമാണ്. ഹിന്ദിയിലെ പ്രമുഖ സാഹിത്യകാരനായ ഡോക്ടർ അസഗർ ബസാഹത്തിൻ്റെ സുന്ദരമായ ഈ ഏകാംഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നോട്ട്സ് അടുത്ത ദിവസം തരുന്നതായിരിക്കും. प्यारे छात्रों, इस पाठ का अंश वाचन करें और अच्छी तरह पढ़ें. पाठ के प्रश्नोत्तर अगले क्लास में मैं दूंगा. मेरा धन्यवाद. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഈ പാഠം വായിക്കുക, ആവർത്തി വായിച്ച് മനസ്സിലാക്കുക. ഇതിൻ്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത ഭാഗത്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.